നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. US ഇറാൻ യുദ്ധം ശക്തമായതോടെ ലോകശ്രദ്ധ ഏറ്റവും കൂടുതൽ പതിയുന്നത് ഹോർമുസ് കടലിടുക്കിലാണ്. ഗൾഫ് മേഖലയെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന ഇറാനും ഒമാനും ഇടയിലുള്ള ചെറിയ കടലിടുക്കാണ് ഹോർമുസ്. ഇതിലൂടെ ലോകത്തെ മൊത്തം ഇന്ധന കൈമാറ്റത്തിൽ 1/5 ഇതുവഴി നടക്കുന്നത്. നയതന്ത്ര പ്രാധാന്യത്തിന് പുറമെ വിശേഷമായ പ്രത്യേകതകളും ഹോർമുസിനുണ്ട്. ഇന്ന് ആ ഹോർമുസാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലോക ശ്രദ്ധ നേടുന്നത്. മറ്റൊന്നുമല്ല, അവിടെ ഇറാൻ ആ കടൽപാത അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ എണ്ണ വിതരണ ശൃംഖലയെ ഈ ഒരു അടച്ചിടൽ അത് പൂർണ്ണമായും വലിയൊരു പ്രതിസന്ധിയിലാണ് കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളത്. ഏതായാലും ഹോർമുസിന് ഈ ഒരു പ്രത്യേകത മാത്രമല്ല, ഭൂമിയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ചോക്ക് പോയിന്റുകളിൽ ഒന്നായും ആഗോള ഊർജ വിതരണത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഏറ്റവും ഗുരുതരമായ തടസ്സങ്ങളിൽ ഒന്നായും ലോകം ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെയും ഭൂമിശാസ്ത്രജ്ഞരെയും ഫോട്ടോഗ്രാഫർമാരെയും വളരെ കാലമായി കൗതുകപ്പെടുത്തിയിട്ടുള്ള ഒരു അതുല്യമായ ചുവന്ന ബീച്ചും ഇവിടെയുണ്ട്. റെയിൻബോ ഐലാൻഡ്, അതായത് മഴവിൽ ദ്വീപ് എന്നും ഹോർമുസ് അറിയപ്പെടുന്നുണ്ട്. ഇവിടുത്തെ പല നിറത്തിലെ മണ്ണാണ് ഈ പേര് ലഭിക്കാൻ കാരണം. കുങ്കുമ നിറം, ചുവപ്പ്, മഞ്ഞ, പച്ച തുടങ്ങിയ നിറത്തിലുള്ള മണ്ണുകൾ ഹോർമുസിലുണ്ടത്രേ. ഇതിൽ ഗലക് എന്നറിയപ്പെടുന്ന ചുവന്ന മണ്ണ് ഭക്ഷ്യയോഗ്യമാണ്. പൊടി രൂപത്തിലല്ല, മറിച്ച് ഭക്ഷണങ്ങളിൽ സുഗന്ധദ്രവ്യമായാണ് ഇത് ഉപയോഗിക്കുന്നത്. സുറങ്ക് എന്നറിയപ്പെടുന്ന ഫിഷ് സോസ് തയ്യാറാക്കാനാണ് മണ്ണ് പ്രധാനമായി ഉപയോഗിക്കുന്നത്. അതായത് ഈ മണ്ണ് ഭക്ഷ്യയോഗ്യമാണെന്നാണ് ഇറാൻ പറയുന്നത്. സോസിന് നല്ല ചുവപ്പ് നിറം നൽകുന്നതിനൊപ്പം മികച്ച സുഗന്ധമുണ്ടാകുന്നതിനും മണ്ണ് സഹായിക്കുന്നു. മാത്രമല്ല, മികച്ച അണുനാശിനി കൂടിയാണ് ഗലക്. കനത്ത ചൂടിൽ ഭക്ഷണം പെട്ടെന്ന് കേടാകുന്നത് ഇത് തടയുന്നു. മണ്ണിൽ ധാരാളമായി ഇരുമ്പ് അടങ്ങിയിട്ടുള്ളതിനാൽ ആരോഗ്യത്തിനും മികച്ചതാണെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. ഇറാനിലെ ഏറ്റവും അസാധാരണമായ തീരദേശ കാഴ്ചകളിൽ ഒന്നാണ് ഹോർമുസ് ദ്വീപിലെ റെഡ് ബീച്ച് അല്ലെങ്കിൽ സോർക്ക് ബീച്ച്. ഊർജ്ജസ്വലമായ കടും ചുവപ്പ് മണലുകൾക്കും തിളങ്ങുന്ന വെള്ളത്തിനും പേരുകേട്ടതാണ്. ഉയർന്ന അളവിലുള്ള ഇരുമ്പ് ഓക്സൈഡ് കാരണം ഇവിടുത്തെ മണൽ കടും ചുവപ്പ് നിറം നേടുന്നു. ശാസ്ത്രീയമായ ആകർഷകവും കാഴ്ചയിൽ നാടകീയവുമായ ഈ ധാതു സമ്പുഷ്ടമായ മണ്ണ് തീരപ്രദേശത്തിന് രക്ത ചുവപ്പ് നിറം നൽകുന്നു. ഇതൊരു വരച്ച ഭൂപ്രകൃതി പോലെ തോന്നിക്കുന്ന ഒരു ദൃശ്യം സൃഷ്ടിക്കുന്നു. തുണിത്തരങ്ങൾക്ക് ചായം നൽകുന്നതിനും മൺപാത്രങ്ങൾക്ക് നിറം നൽകുന്നതിനും പരമ്പരാഗതമായി ഗലക് ഉപയോഗിക്കുന്നു. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പിഗ്മെന്റുകൾ, പരമ്പരാഗത കരകൗശല വസ്തുക്കൾ എന്നിവയിൽ ഉപയോഗിക്കുന്നതിനായി പരിമിതമായ അളവിലും ഗലക് കയറ്റുമതി ചെയ്യുന്നതും തുടരുന്നു. ചുവന്ന മണ്ണിന്റെ പ്രഭാവം തീരപ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. കടും ചുവപ്പ് നിറത്തിലുള്ള മണലുകൾ തിരമാലകൾ കൊണ്ട് മൂടുമ്പോൾ വെള്ളം ചുവപ്പ്, പിങ്ക് നിറങ്ങളിൽ മാറുന്നു. ഈ നിറവും പേർഷ്യൻ ഗൾഫിന്റെ ശാന്തമായ ടർക്കോയ്സും തമ്മിലുള്ള വ്യത്യാസം സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലും തീവ്രമാകുന്ന ഒരു ഹിപ്നോട്ടിക് പാലറ്റ് സൃഷ്ടിക്കുന്നു. കടലിൽ വളരെ ദൂരെ നിന്ന് പോലും കടൽ തീരത്തിന്റെ ചുവന്ന തിളക്കം കാണാൻ കഴിയുമെന്നതിനാൽ നാവികർ ഒരിക്കൽ ഹോർമുസ് കടലിടുക്കിൽ പ്രകൃതിദത്ത നാവിഗേഷൻ മാർക്കറായി ഇത് ഉപയോഗിച്ചിരുന്നു. വൈവിധ്യമാർന്ന സമുദ്രജീവികളുടെയും ആവാസ കേന്ദ്രമാണ് ഈ തീരപ്രദേശം. പ്രകൃതി സ്നേഹികൾക്ക് ശാന്തവും മനോഹരവുമായ ഒരു വിശ്രമ സ്ഥലം പ്രദാനം ചെയ്യുന്നു. ശാസ്ത്രത്തിനപ്പുറം റെഡ് ബീച്ച് വളരെ കാലമായി നാടോടി കഥകളിൽ മുഴുകിയിരിക്കുന്നു. ചില പ്രാദേശിക പുരാണങ്ങൾ സൂചിപ്പിക്കുന്നത് കടും ചുവപ്പ് നിറം പ്രപഞ്ച സംഭവങ്ങളിലേക്കോ പുരാണ ജീവികളിലേക്കോ ഉള്ളതായി കരുതുന്നു. ഇത് ഇതിനകം തന്നെ നാടകീയമായ ഒരു പശ്ചാത്തലത്തിലേക്കും കഥ പറച്ചിലിന്റെ പാളികൾ നൽകുന്നു. അതേസമയം തന്നെ ഹോർമുസ് കടലിടുക്ക് അടച്ചിരിക്കുകയാണ്. യുദ്ധരൂക്ഷമാകവേ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുന്നത് തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇറാൻ ജലപാതയിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് തീയിടുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. സൗദിയിൽ നിന്ന് ക്രൂഡ് ഓയിലുമായുള്ള ഒരു എണ്ണക്കപ്പൽ കൂടി ഇന്ന് ഇന്ത്യയിൽ എത്തുന്നു. നിലവിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് മാത്രമാണ് ഹോർമുസ് കടലിടുക്കിലൂടെ പോകാനായിട്ട് ഇറാൻ സമ്മതം അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതും മറ്റുള്ള ലോകരാജ്യങ്ങളെയും ഞെട്ടിച്ചിരുന്നു. ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാൻ 2 ഇന്ത്യൻ LPG കപ്പലുകൾക്കും ഇറാൻ അനുമതി നൽകിയിട്ടുണ്ട്.
പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് 2 ആഴ്ചയായി ഹോർമുസ് കടലിടുക്കിന് സമീപത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്ന 28 കപ്പലുകളിൽ ഒന്ന് സുരക്ഷിതമായി യാത്ര തിരിച്ചു കഴിഞ്ഞതായാണ് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുമായി നടത്തിയ ടെലിഫോൺ ചർച്ചകളെ തുടർന്നാണ് ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്ക് കടക്കാനായത്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതിനെ തുടർന്ന് മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിച്ചിരുന്നു. ഇത് ഇന്ത്യയിലേക്കുള്ള ഇന്ധന വിതരണത്തെയും സാരമായി ബാധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് പ്രത്യേക ഇളവ് നൽകാൻ ഇറാൻ തയ്യാറായത്. പല രാജ്യങ്ങളിൽ നിന്നായുള്ള നൂറുകണക്കിന് കപ്പലുകൾ മേഖലകളിൽ ആഴ്ചകളായി കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം അയവില്ലാതെ തുടരുകയാണ്. ഇറാന്റെ എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഗാർഗ ഐലാൻഡിലെ സൈനിക കേന്ദ്രങ്ങളിൽ US ആക്രമണമുണ്ടായി. 2500ഓളം മറൈൻ സൈനികരെ അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് അയക്കും. സൗദി അറേബ്യയിലും വിവിധയിടങ്ങളിലായി നടന്ന മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ പ്രതിരോധ സേന പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഖത്തറിൽ ചില പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ചു. കുവൈറ്റിൽ പുലർച്ചെ ഡ്രോൺ ആക്രമണമുണ്ടായി. ബഹ്റൈനിൽ 2 തവണ സൈറൺ മുഴങ്ങി. UAEയിൽ ആകെ പരിക്കേറ്റവരുടെ എണ്ണം 141 ഏതായാലും ഈ മേഖലകളിലൊക്കെ തന്നെ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് എത്രത്തോളം ദിവസം ഈ ഒരു സമ്മർദ്ദം ഇറാൻ GCC രാജ്യങ്ങൾക്ക് മേൽ നൽകിക്കൊണ്ടേയിരിക്കും എന്നുള്ളതും അറിയില്ല. ഇത്തരത്തിൽ ഒരു രാജ്യവും ഒരു മധ്യസ്ഥ ശ്രമങ്ങൾക്കും മുൻപോട്ട് വരാത്ത സ്ഥിതിക്ക് യുദ്ധം ട്രംപ് പറഞ്ഞതുപോലെ 4 ദിവസമോ 4 ആഴ്ചയോ നീണ്ടു നിൽക്കുമോ അതോ അതിൽ കൂടുതൽ ദിവസങ്ങൾ ഈ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം തന്നെ ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക പലർക്കുമുണ്ട്. ഇതുവരെയായിട്ടും ഒരു രാജ്യവും തങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്.